ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ട്രേഡ് ഡൈവേർഷൻ കസ്റ്റംസ് യൂണിയൻ എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ട്രേഡ് ഡൈവേർഷൻ കസ്റ്റംസ് യൂണിയൻ, അത് നമുക്കിത് എന്താണെന്ന് മനസ്സിലാക്കാം. ട്രേഡ് ഡൈവേർഷൻ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എ കസ്റ്റംസ് യൂണിയൻ ഒക്കേഴ്സ്, അതായത് ഒരു രണ്ടിലധികം രാജ്യങ്ങൾ ചേർന്നുള്ള ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഈ കസ്റ്റംസ് യൂണിയൻ എന്ന് പറയുന്നത്. ഈ സന്ദർഭത്തിലാണ് ഈ ട്രേഡ് ഡൈവേർഷൻ നടക്കുന്നത്. വെൻ ട്രേഡ് പാറ്റേൺസ് ഷിഫ്റ്റ് ഇൻ എ വേ ദാറ്റ് റെഡ്യൂസസ് ഗ്ലോബൽ എക്കണോമിക് എഫിഷ്യൻസി. ഈ ട്രേഡ് പാറ്റേൺ, നേരത്തെ പറഞ്ഞ ട്രേഡ് രാജ്യങ്ങൾ ചേർന്നുള്ള ട്രേഡ് പാറ്റേൺ അവരുടെ ഗ്ലോബൽ എഫിഷ്യൻസി കുറയ്ക്കുന്ന ഒരു സിറ്റുവേഷനാണ് ട്രേഡ് ഡൈവേർഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, എഫിഷ്യൻസി വെച്ചാൽ അവരുടെ പ്രൊഡക്ടിവിറ്റിക്ക് കുറയുന്ന ഒരു സിറ്റുവേഷൻ. കസ്റ്റംസ് യൂണിയൻ ഈസ് എ ടൈപ്പ് ഓഫ് ട്രേഡ് ബ്ലോക്ക്. എന്താണ് കസ്റ്റംസ് യൂണിയൻ? അതായത് ഒരു ടൈപ്പ് ഓഫ് ട്രേഡ് ബ്ലോക്കാണ്. അതായത് കുറച്ച് രാജ്യങ്ങൾ ചേർന്നുള്ള ഒരു കൂട്ടായ്മയാണ്. വെയർ മെമ്പർ കൺട്രീസ് എഗ്രി ടു എലിമിനേറ്റ് ടാരിഫ്. അതായത് അതിൽ അംഗമായിരിക്കുന്ന രാജ്യങ്ങൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതിന് ടാരിഫ് ഈടാക്കുന്നില്ല. ഓക്കെ, ആൻഡ് അതർ ട്രേഡ് ബാരിയേഴ്സ്, മറ്റ് ട്രേഡ് ബാരിയേഴ്സ്, ടാരിഫ്, കോട്ട, എംബാഗോ, ഇങ്ങനെയുള്ള ബാരിയേഴ്സ് ഒന്നുമില്ല. എമംഗ് ദംസെൽസ് വൈൽ മെയിൻറ്റെയിനിങ് എ കോമൺ എക്സ്റ്റേണൽ ടാരിഫ്. അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ടാരിഫാണ്, അതായത് CET എന്ന് പറയും, ഓൺ ഇമ്പോർട്ട്സ്. അതായത് ഇറക്കുമതിയിലാണ് ഇത് ഈടാക്കുന്നത്. കോമൺ എക്സ്റ്റേണൽ ടാരിഫ് ഫ്രം നോൺ മെമ്പർ കൺട്രീസ് ആണെന്ന് ആലോചിക്കുക. അതായത് നോൺ മെമ്പർ കൺട്രീസിൽ നിന്ന് ഒരു കോമൺ ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ടാരിഫാണ് ഇവർ ഈടാക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ് ഇവിടെ വരുന്നത്. ഇനി നമുക്ക് ട്രേഡ് ഡൈവേർഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മനസ്സിലാക്കാം. ഹൗ ട്രേഡ് ഡൈവേർഷൻ ഹാപ്പൻസ്. അതിൽ ഒന്നാമത് പ്രീ കസ്റ്റംസ് യൂണിയൻ സെനാറിയോ ആണ്. അതായത് കസ്റ്റംസ് യൂണിയൻ ഫോം ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യം. ഓക്കെ, അതായത് കൺട്രി എ എന്ന രാജ്യം ഇമ്പോർട്ട്സ് ഗുഡ്സ് ഫ്രം ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് പ്രൊഡ്യൂസർ കൺട്രി സി. അതായത് കൺട്രി സി ആണ് മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് കൺട്രി എ ഇറക്കുമതി ചെയ്യുന്നത്. ഓക്കെ, ഔട്ട്സൈഡ് ദ കസ്റ്റംസ് യൂണിയൻ. അതായത് ഈ കൺട്രി സിയുടെ പ്രത്യേകത വെച്ചാൽ ഈ കസ്റ്റംസ് യൂണിയന് പുറത്തുള്ള ഒരു രാജ്യമാണത്. ഓക്കെ, ബെനിഫിറ്റിംഗ് ഫ്രം ലോവർ പ്രൈസസ് ഡ്യൂ ടു കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. അതായത് ഇവിടുന്ന് ഇറക്കുമതി ചെയ്യുന്നത് കൊണ്ട് ഈ കൺട്രി എക്ക് കുറഞ്ഞ ചിലവിൽ ഇറക്കുമതി ചെയ്യാൻ കഴിയുന്നു. അവിടെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് ഈ കുറഞ്ഞ ചിലവിൽ ഈ കൺട്രി എക്ക് ഇറക്കുമതി ചെയ്യാൻ കഴിയുകയും അവർ ബെനിഫിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അടുത്തത് പോസ്റ്റ് കസ്റ്റംസ് യൂണിയൻ ഫോർമേഷനാണ്. അതായത് കസ്റ്റംസ് യൂണിയൻ ഫോം ചെയ്തതിന് ശേഷമുള്ള കാര്യം. അതായത് ആഫ്റ്റർ ജോയിനിങ് എ കസ്റ്റംസ് യൂണിയൻ വിത്ത് കൺട്രി ബി. കൺട്രി എ എന്ത് ചെയ്തു? കൺട്രി ബിയുമായിട്ടൊരു കസ്റ്റംസ് യൂണിയൻ ഫോം ചെയ്തു. കൺട്രി എ എലിമിനേറ്റ്സ് ടാരിഫ് ഓൺ ഇമ്പോർട്ട്സ് ഫ്രം കൺട്രി ബി. കൺട്രി എ എന്ത് ചെയ്യുകയാണ്? അവർ കസ്റ്റംസ് യൂണിയനിൽ ഉള്ള രാജ്യമാണല്ലോ, അപ്പോൾ അവിടെ ടാരിഫ് ഒന്നും ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴത്തേക്ക് ഈ കൺട്രി ബിയിൽ നിന്നുള്ള ഇമ്പോർട്ടിന് അവിടെ ടാരിഫ് ഇല്ല. അപ്പോൾ ഇവിടെ നിന്ന് കൺട്രി ബിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ്. ബട്ട് ഇമ്പോസസ് എ CET, അത് കോമൺ എക്സ്റ്റേണൽ ടാരിഫ് ഉണ്ടല്ലോ, അവിടെ അത് ഈ കൺട്രി സി എന്ന് പറയുന്നത് ഈ കസ്റ്റംസ് യൂണിയന് പുറത്തുള്ള രാജ്യമാണ്. അപ്പോൾ ഈ കൺട്രി സിയിൽ നിന്ന് അവർക്ക് എന്ത് ഈടാക്കിയേ പറ്റത്തുള്ളൂ? കോമൺ എക്സ്റ്റേണൽ ടാരിഫ്, അതായത് CET ഈടാക്കിയേ പറ്റൂ. CET ഓൺ ഗുഡ്സ് ഫ്രം കൺട്രി സി. ദിസ് മേക്സ് ഗുഡ്സ് ഫ്രം കൺട്രി ബി ചീപ്പർ. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ ടാരിഫ് ഇല്ലാത്തത് കൊണ്ട് കൺട്രി ബിയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ചീപ്പറായിട്ടാണ് അവർക്ക് ഇറക്കുമതി ചെയ്യാൻ കഴിയുന്നത് ദാൻ ഗുഡ്സ് ഫ്രം കൺട്രി സി. ഇതിനെക്കാട്ടിലും കൺട്രി സിയെ കാട്ടിലും. ഈവൻ ദോ കൺട്രി സി മൈറ്റ് സ്റ്റിൽ ബി ദ മോർ എഫിഷ്യൻറ്റ് പ്രൊഡ്യൂസർ. ഞാൻ നേരത്തെ പറഞ്ഞു ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് ആ ഗുഡ് ഉണ്ടാക്കുന്ന കൺട്രി സി ആണ്. എന്നിരുന്നാൽ പോലും അവർക്ക് ഇറക്കുമതി ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? കൺട്രി ബിയിൽ നിന്നായിരിക്കും. അത് ചീപ്പായതുകൊണ്ട്, അതായത് ഈ ടാരിഫ് ഇല്ലാത്തതുകൊണ്ടുള്ള പ്രയോജനമാണിത്. അങ്ങനെ അൾട്ടിമേറ്റ്ലി അത് ട്രേഡ് ഡൈവേർഷനിലേക്ക് വരുന്നു. അതാണ് ഇനി പറയാൻ പോകുന്നത്, ട്രേഡ് ഡൈവേർഷൻ. അതായത് കൺട്രി എ ഷിഫ്റ്റ്സ് ഇറ്റ്സ് ഇമ്പോർട്ട് ഫ്രം ദ മോർ എഫിഷ്യൻറ്റ് എക്സ്റ്റേണൽ പ്രൊഡ്യൂസർ കൺട്രി സി. അത് കൺട്രി സി ആണല്ലോ ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവരിൽ നിന്നും ടു ദ ലെസ് എഫിഷ്യൻറ്റ് പാർട്ണർ കൺട്രി ബി. അതായത് കൺട്രി ബി ലെസ് എഫിഷ്യൻറ്റ് പ്രൊഡ്യൂസറാണ്, എന്നാൽ അവരുടെ പാർട്ണർ ആയതുകൊണ്ട് അവരിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ കൺട്രി എ ആരംഭിക്കുന്നു. ബിക്കോസ് ഓഫ് ദ ടാരിഫ് ചേഞ്ചസ്. ഈ ടാരിഫിൻ്റെ ചേഞ്ച് ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ദിസ് ലീഡ്സ് ടു എ ലോസ് ഓഫ് എക്കണോമിക് വെൽഫെയർ ഗ്ലോബലി. ഇപ്പോൾ ഗ്ലോബലായിട്ട് ഒരു എക്കണോമിക് വെൽഫെയർ അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ആസ് റിസോഴ്സസ് ആർ നോട്ട് യൂസ്ഡ് ഇൻ ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് വേ. അതായത് റിസോഴ്സ് മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് ഗ്ലോബലി യൂസ് ചെയ്യുന്നില്ല. ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രിയിൽ നിന്ന് ഇറക്കുമതി അവിടെ നിഷിദ്ധമാവുകയാണ് ചെയ്യുന്നത്, അവർക്ക് തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്ലോബൽ വെൽഫെയർ ഇല്ലാതെ പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ട്രേഡ് ഡൈവേർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് കൺട്രി എ യൂസ് ടു ഇമ്പോർട്ട് കാർസ് ഫ്രം കൺട്രി സി. കൺട്രി സിയിൽ നിന്നും എന്ത് ചെയ്യുകയാണ്? കാർ ഇമ്പോർട്ട് ചെയ്യുകയാണ് അറ്റ് $10,000 ഈച്ച്. അത് ഒരു കാറിൻ്റെ വില 10,000 ആണ്. ഈ 10,000 എന്ന് പറയുന്നത് ആക്ച്വൽ കാറിൻ്റെ വില 9,000 പിന്നെ ആ ഒരു 10% ടാരിഫ് 1,000 കൂടെ ചേർന്നിട്ടാണ് ഈ 10,000 വരുന്നതാണ് ബ്രാക്കറ്റ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആഫ്റ്റർ ഫോമിങ് എ കസ്റ്റംസ് യൂണിയൻ വിത്ത് കൺട്രി ബി. അപ്പോൾ ഈ കൺട്രി എ എന്ത് ചെയ്തു? കൺട്രി ബി ആയിട്ടൊരു കസ്റ്റംസ് യൂണിയൻ ഫോം ചെയ്തു. ഈ ഫോം ചെയ്തതിന് ശേഷം സംഭവിച്ച കാര്യങ്ങൾ എന്താണ്? ടാരിഫ് ഓൺ കാർസ് ഫ്രം കൺട്രി ബി ആർ എലിമിനേറ്റഡ്. അത് കൺട്രി ബിയിൽ നിന്നുള്ള പിന്നെ ഇറക്കുമതിക്ക് ടാരിഫ് അവിടെ എലിമിനേറ്റ് ആയി, അവർ കസ്റ്റംസ് യൂണിയൻ ആയതുകൊണ്ട്. ബട്ട് കൺട്രി സി ഫേസസ് എ ന്യൂ 20% CET. അതായത് കോമൺ എക്സ്റ്റേണൽ ടാരിഫ് 20%
ആയി മാറി കൺട്രി സിയിൽ നിന്നുള്ള ഇറക്കുമതിക്ക്. അപ്പോഴത്തേക്ക് കൺട്രി സിയിൽ നിന്നുള്ള ഇറക്കുമതി ഈ CET മുഖാന്തരം CET വന്നതുകൊണ്ട് എന്തായി, റേസിംഗ് ദ കോസ്റ്റ് ഓഫ് ഇറ്റ്സ് കാർ ടു 10,800, അതായത് 20% കൂടെ ചേർന്ന് എത്രയായി, $10,800 മാറി. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇഫ് കാർസ് ഫ്രം കൺട്രി ബി കോസ്റ്റ് $10,500, അതായത് കൺട്രി ബിയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് $10,500 ആകുന്നുള്ളൂ. കാര്യം അവർ കസ്റ്റംസ് യൂണിയനിലെ അംഗങ്ങളായതുകൊണ്ട്. ഓക്കെ, ഇവിടെ ടാരിഫ് ഇല്ല. ഓക്കെ, ഇപ്പോൾ ലെസ് ദാൻ 10,800 കൺട്രി സിയിൽ നിന്നാണ് ഇപ്പോൾ എത്ര അയക്കുന്നത്, 10,800 അയക്കുന്നത്. അപ്പോൾ അതിനെക്കാട്ടിയും കുറവാണിത്. ബട്ട് മോർ ദാൻ 9,000, അതായത് കാറിൻ്റെ ആക്ച്വൽ വിലയായ 9,000-നെക്കാട്ടിലും കൂടുതലുമാണ്. ഓക്കെ, അപ്പോൾ ഈ ടാരിഫിൻ്റെ ചേഞ്ചസ് ആണ് ഇവിടെ പറയുന്നത്, അതാണ് ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നത്. അപ്പം കൺട്രി എ സ്വിച്ചസ് ടു ഇമ്പോർട്ടിംഗ് കാർസ് ഫ്രം കൺട്രി ബി. അപ്പോൾ കൺട്രി എ എന്ത് ചെയ്യുന്നു, കൺട്രി ബിയിൽ നിന്ന് കാർ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങുന്നു. എന്തുകൊണ്ടാണ്, ടാരിഫില്ല, കുറഞ്ഞ വിലയ്ക്ക് ഒരു $300 ചേഞ്ച് അവിടെ വരുന്നുണ്ട് അല്ലേ. അപ്പം ഡെസ്പൈറ്റ് കൺട്രി സി ബീങ് ദ മോർ എഫിഷ്യൻറ്റ് പ്രൊഡ്യൂസർ, അതായത് എന്തായിരുന്നാലും മോർ എഫിഷ്യൻറ്റ് പ്രൊഡ്യൂസർ, കൺട്രി ബിയെക്കാട്ടിലും നല്ല എഫിഷ്യൻ്റായി പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രി സി ആയിരുന്നാലും അവർ അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യാതെ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് കൺട്രി ബിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നു. ഇതാണ് ട്രേഡ് ഡൈവേർഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കിതിലെ കീ പോയിൻറ്റ്സ് മനസ്സിലാക്കാം. അതിൽ ഒന്നാമത്തത് എക്കണോമിക് കോൺസിക്വൻസസ് ആണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ട്രേഡ് ഡൈവേർഷൻ മേ റെഡ്യൂസ് ഗ്ലോബൽ എഫിഷ്യൻസി. ട്രേഡ് ഡൈവേർഷൻ എന്ത് ചെയ്യുന്നു, ഗ്ലോബൽ എഫിഷ്യൻസി കുറയ്ക്കുന്നു. ആൻഡ് ഇൻക്രീസ് കോസ്റ്റ് ഫോർ കൺസ്യൂമേഴ്സ് ഇൻ ദ ഇമ്പോർട്ടിംഗ് കൺട്രി, അതായത് ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിലെ കൺസ്യൂമേഴ്സിന് കോസ്റ്റ് വർദ്ധിക്കുന്നു. അതായത് കോസ്റ്റ് എന്ന് കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത്, അതായത് ഇറക്കുമതി ചെയ്യുന്ന മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള കൺട്രിയിൽ നിന്നല്ലല്ലോ ഇവർ ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ആ സാധനത്തിന് ഇത് എന്തുണ്ടാവും, ചിലപ്പോൾ ഇത് പോരായ്മകളുണ്ടാവും എഫിഷ്യൻ്റ് അല്ലാതെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട്. അപ്പം ആ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിലെ കൺസ്യൂമേഴ്സിന് ചില കോസ്റ്റുകൾ അവിടെ ഉണ്ടാകുന്നു എന്നാണ് സാരം. അപ്പം അടുത്തത് കോൺട്രാസ്റ്റ് വിത്ത് ട്രേഡ് ക്രിയേഷൻ, അതായത് ട്രേഡ് ക്രിയേഷനിൽ നിന്ന് നേരെ ഓപ്പോസിറ്റാണ്. ട്രേഡ് ക്രിയേറ്റിംഗ് കസ്റ്റംസ് യൂണിയൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതിന് ലിങ്ക് ഇവിടെ ഇട്ടേക്കാം, അത് ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ കാണാവുന്നതാണ്. ഓക്കെ, അതിന് നേരെ ഓപ്പോസിറ്റാണ് ഇത്. അതായത് ട്രേഡ് ക്രിയേഷൻ ഒക്കേഴ്സ് വെൻ എ കസ്റ്റംസ് യൂണിയൻ ലീഡ്സ് ടു മോർ എഫിഷ്യൻറ്റ് ട്രേഡ് പാറ്റേൺ, അതായത് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ട്രേഡ് പാറ്റേണിൽ പോണതാണ് ട്രേഡ് ക്രിയേഷൻ. അതാണ് ആ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, സച്ച് ആസ് ഇൻക്രീസിങ് ട്രേഡ് വിത്ത് മോർ എഫിഷ്യൻറ്റ് മെമ്പർ കൺട്രീസ്, അതായത് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെമ്പർ കൺട്രിയുമായിട്ട് ട്രേഡ് ചെയ്യുന്ന കാര്യമാണ് അതിൽ പറയുന്നത്. ഡ്യൂ ടു ടാരിഫ് എലിമിനേഷൻ, അത് ടാരിഫ് എലിമിനേഷൻ സംഭവിക്കുന്നതാണ് ഈ കൂടുതൽ എഫിഷ്യൻ്റ് ഉള്ള രാജ്യങ്ങളിലേക്ക് ട്രേഡ് പോണത്. ട്രേഡ് ഡൈവേർഷൻ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് കൺസിഡറേഷൻ, അതായത് ഈ ട്രേഡ് ഡൈവേർഷൻ എന്ന് വെച്ചാൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഏതിൽ, ഇൻ ഇവാലുവേറ്റിംഗ് ദ ഓവറോൾ ബെനിഫിറ്റ്സ് ആൻഡ് കോസ്റ്റ് ഓഫ് ഫോമിംഗ് ഓർ ജോയിനിങ് എ കസ്റ്റംസ് യൂണിയൻ, അതായത് ഒരു കസ്റ്റംസ് യൂണിയൻ ഫോം ചെയ്യുന്നതിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റംസ് യൂണിയനിൽ ചേരുന്നതിലോ കൊണ്ടുള്ള ഓവറോൾ ആയിട്ടുള്ള ബെനിഫിറ്റ്, കോസ്റ്റ്, അതായത് നല്ല വശങ്ങളും ദോഷവശങ്ങളും മനസ്സിലാക്കുന്നതിന് ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.